സഞ്ചാരയോഗ്യമായ വഴിയോ അടച്ചുറപ്പുള്ള വീടോ ഇല്ലാതെ സോറിയാസിസ് ബാധിതനായ മകനുമായി ദുരിതമനുഭവിക്കുകയാണ് തൃശൂരിലെ ഒരു കുടുംബം. പീച്ചി പാണഞ്ചേരി പഞ്ചായത്തിലെ സൗമിനിയുടെ കുടുംബമാണ് അസുഖബാധിതനായ മകനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഇത് പാണഞ്ചേരി പഞ്ചായത്തിലെ പയ്യനത്തെ സൗമിനിയുടെ കുടുംബമാണ്. സാമ്പത്തികമായും രോഗങ്ങളാലും ദുരിതം ഏറെയാണ്. പുറമെ നിന്ന് നോക്കുന്നത് പോലെയല്ല വീടിനുള്ളിലെ സ്ഥിതി. മഴയത്ത് ചോർന്നൊലിക്കുന്ന വീട്ടിൽ പേടിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും വീട് ലഭിച്ചില്ല. സോറിയാസിസ് ബാധിതനായ മകൻ സഞ്ജയ്ക്ക് ഹെർണിയ, തൈറോയ്ഡ് തുടങ്ങിയ കരൾ സംബന്ധമായ മറ്റു രോഗങ്ങളുമുണ്ട്. 90 കിലോ ഭാരമുള്ള സഞ്ജയ്ക്ക് അസുഖം മൂർച്ഛിച്ചാൽ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എടുത്തു കൊണ്ടുപോകണം. ശരിയായൊരു വഴിയില്ലാത്തതിനാൽ അതിനും സാധിക്കാത്ത അവസ്ഥയാണ്. എൻ്റെ പേര് സൗമിനി, ശിവദാസിൻ്റെ ഭാര്യയാണ്. എനിക്ക് വീടില്ല. എൻ്റെ മകനാണെങ്കിൽ വയ്യാത്ത കുട്ടിയാണ്. സഞ്ജയ് 24 വയസ്സാണ്. ബുദ്ധിമാതിയുള്ള കുട്ടിയും സോറിയാസിസ്, ലിവറിന് കൊഴുപ്പ് കൂടുതലാണ്, ഹെർണിയുണ്ട്, പിന്നെ ഷുഗർ, തൈറോയിഡ്, കൊളസ്ട്രോൾ എല്ലാ അസുഖങ്ങളുള്ള കുട്ടിയാണ്. 90 കിലോ തൂക്കാണ് അവന്. ഞങ്ങൾക്കൊരു വഴിയില്ല, വീടുമില്ല. ഒരു വയ്യാണ്ടായി കഴിഞ്ഞാൽ അവനെ എടുത്തിട്ട് പോകാനുള്ള സാഹചര്യം ആർക്കും പറ്റാത്തൊരവസ്ഥയാണ്. 3-4 വീടിൻ്റെ മുൻവശത്തോടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് റോഡിലേക്ക് ഇറങ്ങി. ഇത് വഴിക്ക് വേണ്ടി കുറേ യുദ്ധം വെട്ടി, പക്ഷേ ഞങ്ങൾക്ക് നേർവഴി കിട്ടിയില്ല. അതല്ലെങ്കിൽ പഞ്ചായത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പഞ്ചായത്ത് അധികൃതർ കൂടിയിട്ടൊരു വഴി ഞങ്ങൾക്ക് അവർ തന്നു. മീറ്റിങ്ങിൽ എല്ലാവരും കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് മോളിലൂടെ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞു. അതും അവർ പൂർത്തീകരിച്ച് 2017 പഞ്ചായത്തിൽ നിന്ന് അത് പാസ്സായതാണ്. പക്ഷേ ഇതുവരെ ആ വഴിക്കും അവരൊന്നും ചെയ്തിട്ടില്ല. ഞാനീ മോനാണ് അവനെ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉള്ളത്. പക്ഷെ ഞങ്ങൾക്കത് എങ്ങനെ ഞാൻ കൊണ്ടുപോകാമെന്ന് എനിക്കറിയില്ല. ഇക്കഴിഞ്ഞ കാലയളവിൽ സൗമിനിയുടെ അമ്മയും ക്യാൻസർ ബാധിതനായ ഭർത്താവും മരിച്ചിരുന്നു. അവരുടെ മൃതദേഹങ്ങൾ പോലും വീട്ടിലേക്ക് എത്തിക്കാൻ ഏറെ ബുദ്ധിമുട്ടി. 2017 അന്നത്തെ കളക്ടർ ഇവിടം സന്ദർശിച്ച് പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. വീട്ടിലേക്ക് മുകളിലൂടെ മറ്റൊരു വഴി ശരിയാക്കാമെന്ന് പറഞ്ഞെങ്കിലും ആ വഴി പകുതിയിൽ നിലച്ചു. പഞ്ചായത്ത് അധികൃതർ കുടുംബത്തിന് നീതി നിഷേധിക്കുകയാണെന്ന് BJP ജില്ലാ കമ്മിറ്റി അംഗം സജിത ബാബുരാജ് പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ അനാസ്ഥ കാണിക്കുമ്പോൾ എന്തെങ്കിലും ഈ മഴക്കാലത്ത് അപകടം സംഭവിച്ച് 6 ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിറച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനു മുമ്പ് ഇത്തരത്തിൽ ജീവിക്കുന്ന ഒരുപാട് നമ്മുടെ ചുറ്റുപാടുണ്ടായിട്ടും എന്തുകൊണ്ട് ഇവരെ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരെ ഒരു രാഷ്ട്രീയപരമായി നോക്കാതെ അവരുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ എന്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് 400 മീറ്റർ അകലെയാണ് പ്രധാന വഴിയുള്ളത്. അവിടേക്ക് എത്തണമെങ്കിൽ സമീപത്തുള്ള പറമ്പുകളിലൂടെ വേണം പോകാൻ. അസുഖബാധിതനായ മകനെ പരിചരിക്കുന്നതിനാൽ സൗമിനിക്ക് പുറത്തു പോകാനാകില്ല. മൂത്ത മകൻ സംഗീത് കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. അധികൃതർ കണ്ണു തുറക്കണമെന്നും കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും BJP പീച്ചി ഏരിയ സെക്രട്ടറി ദിനീഷ് ആവശ്യപ്പെട്ടു. അവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ട ഒരു പരിഹാരം കാണണം. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട വഴി, ഇത്രയും മുമ്പത്തെ കളക്ടർ ഓർഡറായി കിടക്കുന്ന ഒരു വഴി അത് എത്രയും പെട്ടെന്ന് അവർക്ക് സജ്ജമാക്കി കൊടുക്കണം. ഈ ഒരു അപകടാവസ്ഥ വന്നാലോ അല്ലെങ്കിൽ ആശുപത്രി കാര്യങ്ങൾ വന്നാലോ അവർക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റു വീടുകളുടെ ആശ്രയിച്ച് ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവർക്ക് സ്വന്തം ഒരു വഴിയിലൂടെ തന്നെ ഓരോ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാനുള്ള സാഹചര്യം പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാവണം. സൗകര്യമുള്ള ഒരു വീടും സഞ്ചാരയോഗ്യമായ ഒരു വഴിയുമാണ് കുടുംബത്തിന് ആവശ്യം. അധികൃതർ കനിഞ്ഞാൽ മകന് മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ കഴിയുമെന്നാണ് ഈ അമ്മയുടെ പ്രതീക്ഷ. ജനം, തൃശൂർ.